ആക്ച്വലി ബ്ലോക്കിൽ പെട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ മൂവിങ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ നമ്മൾ ആ ടണലിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മളതാ നമ്മുടെ പുറകിൽ നേരെ ഇഷ്ടം പോലെ വണ്ടികൾ വീണ്ടും നിൽപ്പുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വന്ന് വെട്ടേക്കുന്ന അത്യാവശ്യം കടയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് വെട്ടേക്കുന്നത്. അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇതൊരു കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനും എല്ലാം പറ്റും നമുക്ക് ഇവിടെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുക. കാരണം എങ്ങനെയും ഒരു 6, 7, 8 മണിക്കൂർ ബ്ലോക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുക. ഏതാണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല കെട്ടിയെല്ലാം വന്നേക്കുള്ളൂ. വണ്ടിയുടെ പുറകിൽ നോക്കിയ മേളിലേക്ക് നോക്കിയാൽ ഫുള്ളായിട്ട് അവരെല്ലാം കെട്ടി കുറേ ലഗേജസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ അവിടെ നിന്നുള്ള വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് ഓക്കെ, അവിടെ നിന്നുള്ള വണ്ടികളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നിറയെ ഒരുപാട് വണ്ടികൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. നോക്കിയതാ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ വണ്ടികളാണ്. നമുക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് അത് ക്യാച്ച് ചെയ്യാൻ. ആക്ച്വലി നമ്മൾ കുറച്ച് മുമ്പ് നിന്ന പാലം അത് അവിടെ കാണുന്ന പാലം കേട്ടോ. ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയുള്ളൂ. നമുക്കിതാ അവിടെ നിന്ന് ഇങ്ങനെ വന്നിതാ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. വലിയ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ അത് പള്ളിയാണോ അവിടെ? അത് അമ്പലം അല്ലേ? ആക്ച്വലി അടുത്തായിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാൻ കാണാ ഇതൊരു അമ്പലമാണത്. പിന്നെ അതവിടെ താഴെ വെള്ളമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇതൊരു പൊട്ടിയ പാലമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എടാ അവരെന്തിയടാ? അവരെ കണ്ടില്ലല്ലോ. അവരെങ്ങോട്ട് പോയിക്കോ? ഇവിടെ ചുറ്റും മലയാണ് കേട്ടോ. ചുറ്റുമല. നമ്മുടെ ചുറ്റും മലകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്കൊരു റോഡൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഇഷ്ടം പോലെ ഹെയർ പിന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്ന ഹെയർ പിൻ പെൻ്റൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. നമുക്ക് കൊള്ളാം. പിന്നെ ഇവിടെ അവരെങ്ങോട്ടോ പോയെന്നറിയില്ല. അത് അശ്വിനല്ലേ വരുന്നത്? അത് നമ്മൾ രണ്ടുപേരെ കണ്ടുപിടിച്ചു. ആക്ച്വലി നമ്മുടെ കൂട്ടത്തിൽ വന്ന 2 പേരെ നമ്മളെ കണ്ടുപിടിച്ചു ഗായ്സ്. അവര് നമ്മുടെ അടുത്തുണ്ട്. അശ്വിന് ഓക്കെ, അവര് ഇത്ര നേരം കാണാതായിട്ട് ഇപ്പോഴാണ് എങ്ങോട്ടായതാ? ചായ കുടിക്കാൻ എന്താ വരുന്നത്? ഓക്കെ, നമുക്കിപ്പോൾ ചായ കുടിക്കാൻ പോകുന്നവര് പറയുന്നത്. പോയി ചായ കുടിച്ച് നോക്കാം. എവിടെ പോയി? ഞങ്ങൾ എങ്ങോട്ട് പോയാലും ഞങ്ങളുടെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ ഒരാൾ പോലും വണ്ടിയിലില്ല. വിഷ്ണു മാത്രമേ ഉള്ളൂ വണ്ടിയിൽ. വിഷ്ണു ഉറങ്ങാ. പിന്നെ കുരങ്ങന്മാരെ കൊണ്ട് കേട്ടോ. അവിടെ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. കുരങ്ങുണ്ട് കേട്ടോ അവിടെ. ഇവറ്റകൾക്ക് തണുപ്പൊന്നും ഉണ്ടാവില്ല അവിടെ. അവരുടെ ടെക്സ്ചറല്ല മാറിയിട്ടുണ്ടല്ലോ അവരുടെ സ്കിന്നിൻ്റെ. നമ്മുടെ അവിടുത്തെ കുരങ്ങന്മാരെ പോലെ അല്ല കേട്ടോ ഇവിടെ ഉള്ള. ഇവര് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. നമ്മളവിടത്തേക്കാളും നല്ല വ്യത്യാസമുണ്ട് അവരുടെ. പിന്നെ ഇതിൽ ഫുള്ളായിട്ട് ഇഷ്ടം പോലെ പരുന്തുണ്ട് കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ള മരത്തിൽ നിറയെ പരുന്തുകൾ നിൽപ്പുണ്ട്. ഇവിടെ കുറേ. എവിടെ കിട്ടുക ചായ? ഓക്കെ, നമുക്കൊന്ന് കുടിക്കാം. ഓക്കെ ഓക്കെ, വിൽ ട്രൈ. എവിടെയാ? എന്തിനാ സിറ്റ് ചെയ്യുന്നത്? നമുക്ക് നിന്ന് കുടിക്കാലോ. അക്കുടുകൂടു എന്താ? അക്കുടുകൂടു അല്ലേ? അല്ല, അവിടെ ഉണ്ട്. അക്കടക്കൂട്. ഓക്കെ, അക്കടക്കൂട. ഇവിടെയും കൂടെ ടീ ഷോപ്പ് ഉണ്ട്.
എന്താ ഇവരവിടെ ഇരിക്കാനുള്ള എന്തോ അല്ല അവിടെ അല്ലേ ചായക്കട ഉള്ളേ അതല്ലേ ചായക്കട അവിടെ വണ്ടി പോട്ടെ എടാ എത്ര നേരം അവിടെ നിൽക്കേണ്ടി വരും നമ്മള് ഇന്നും എന്നാലും 6-7 hours ആവാല്ലേ സിമ്പിളായിട്ട് ഒരു 6 hours ആവുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. താഴേക്ക് ഫുൾ ചെളിയൊക്കെ ആയി ഭയങ്കര അലമ്പായിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് പിള്ളേർ പ്ലാൻ ചെയ്യുന്നത് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാലുള്ള വിറകെല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും ഓരോരോ വിറകെല്ലാം പിടിച്ച് ഇവർ വരുവാണ്. ഞങ്ങളപ്പോൾ അടുത്തത് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലോക്ക് അത്യാവശ്യം തണുപ്പെല്ലാം കയറി തുടങ്ങി. എന്നാൽ പിന്നെ ക്യാമ്പ് ഫയർ വല്ലതും സെറ്റ് ചെയ്ത് നൈസായിട്ട് അങ്ങനെ കുറച്ച് ചൂടൊക്കെ കൊണ്ട് ഇരിക്കാമെന്ന് പ്ലാൻ ചെയ്ത് കേട്ടോ. അശ്വിനി ഇത് കത്തിക്കാനുള്ളോ? കത്തിക്കാനുള്ളതോ അവിടെ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. കുറെ ഇതിന് ഷോർട്ട് അയ്യോ ഇതിന് ഷോർട്ട് ചെയ്യണം. കൂടുതലുള്ള ഒരു 6 പേരെ കാണാനില്ല കേട്ടോ. ഞങ്ങൾ 4 പേര്, ബാക്കി 6 പേരെ കാണാനില്ല കേട്ടോ. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവർ ഇങ്ങനെ സ്ഥലമൊക്കെ കാണാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ബാക്കിയുള്ള എല്ലാവരും. എടാ നമുക്ക് നമുക്ക് ഈ പെട്രോളിന്റെ ഇവിടെ എവിടെങ്ങായിട്ട് കത്തിച്ചാലോ? നമുക്കിത് ഇവിടെ കത്തിക്കടാ, ഈ ഗ്യാപ്പിൽ സെറ്റാ. ഓക്കെ കണ്ടോ ചുറ്റും ആ ബാക്കിൽ കാണുന്ന എല്ലാ വണ്ടികളാട്ടോ നിൽക്കുന്നത്. അത്രയും വണ്ടികൾ ഇവിടെ നിൽക്കും. അതാ ചുറ്റി വരുമ്പോൾ അതിങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ വണ്ടികളാണ്. പിന്നെ അത് ആ സൈഡും അത്യാവശ്യം വണ്ടികൾ കാണുന്നത്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണുന്ന എല്ലാം ഇങ്ങനെ എല്ലാം വണ്ടികളാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ ഫുൾ വണ്ടികളാണ്. അശ്വിന് പെട്ടെന്ന് ആവശ്യം. ഓക്കെ, അശ്വിനാണ് നമുക്ക് ഇന്ന് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരുന്നത്. ആക്ച്വലി ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ചുമ്മാ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. കാരണം വേറെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഒരുപാട് നേരം വണ്ടിയിൽ ഇരിക്കുമ്പോൾ ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ വേറെ ഓപ്ഷനും ഇല്ല. അതുകൊണ്ടാണ് മെയിൻ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വണ്ടികൾ കടത്തി വിടാൻ തുടങ്ങിയ ഇവിടുത്തെ ജമ്മുവിലുള്ള വണ്ടികളെ മാത്രം ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നുണ്ട്. ബാക്കി ടൂറിസ്റ്റ് വെഹിക്കിളെല്ലാം ഇവിടെ നിന്നുകൊണ്ടിരിക്കുക. കുറേ വണ്ടികൾ വരുന്നതും പോകുന്നതും എല്ലാം ഇതുണ്ടോ, വണ്ടികളൊക്കെ വന്നു പോകുന്നുണ്ട്. ഈ വണ്ടികളെല്ലാം കടത്തി വിടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജമ്മുവിലത്തെ വണ്ടികളെ കടത്തി വിടുന്നുണ്ട്, ടൂറിസ്റ്റ് പ്ലേസ് തന്നെ വിടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അതല്ലാതെ പിന്നെ ടൈമിന് ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരെ കടത്തി വിടുന്നുണ്ട്. ടൂറിസ്റ്റ് പ്ലേസുകൾ, ടൂറിസ്റ്റ് വെഹിക്കിൾസ് ഇവിടെ സ്റ്റെക്കഡാണ്, ഫുള്ളായിട്ട് സ്റ്റെക്കായി കിടക്കുക. അത്യാവശ്യം മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പെല്ലാം ഫീൽ ചെയ്ത് തുടങ്ങി. എവിടെയാടാ സെറ്റ് ചെയ്യുന്നത്? അവിടെ നമ്മുടെ താഴത്തായിട്ട് തന്നെ ഒരു ഒഴുക്കെല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇവിടെ അത്യാവശ്യം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് വെള്ളം. ഇങ്ങനെ ഇവിടുന്ന് താഴെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക താഴ്ചയാണ്. ഈ താഴ്ചയുടെ ഇടയിലാണ് നമുക്ക് ആ സൈഡ് കാണാൻ പറ്റുന്ന പോലെ തന്നെ താഴ്ച ഈ സൈഡുണ്ട് കേട്ടോ. ഇവിടെ നിന്നും ഇങ്ങനെ താഴത്തോട്ട് അത്യാവശ്യം നല്ല ആഴമുണ്ട്. അശ്വിനെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കത്തിക്കാനുള്ള എല്ലാം. ഇനിയിപ്പോൾ അടുത്ത് കത്തിച്ച് ചൂട് കുറച്ച് കൊണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം തണുപ്പ് അങ്ങനെ നമുക്ക് ഫീൽ ആവുന്നില്ല, പക്ഷെ തണുപ്പുണ്ട് ഇവിടെ നല്ല രീതിക്ക്. നമ്മളെ ഈ ഒരു വ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വലുതായിട്ട്
തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. അശ്വിനി ആ മഞ്ഞും കൂട്ടുന്ന ഇറങ്ങിയിട്ട് തന്നെ ഇല്ല. ഫസ്റ്റ് തൊട്ടേ അവൾ അതിൽ തന്നെ അവൾക്ക് തണുപ്പ് സെറ്റാകുന്നില്ല. തീ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ. തീ കത്തിച്ച് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഏതാ അശ്വിനി തീയിൽ നീരാടിക്കൊണ്ടിരിക്കുക കേട്ടോ. സോറി, തീയാടിക്കൊണ്ടിരിക്കുക കേട്ടോ. వేడి కదా. ഫയർ ആൻഡ് റിവർ ആക്ച്വലി. സോറി, റിവർ ആക്ച്വലി കൊള്ളാട്ടെ ചേട്ടാ. ഇവരെല്ലാവരും ഇപ്പോൾ ചൂട് ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക ഇതിന്ന്. Okay. And we'll click like it is snowing. Okay, one guy will stand like this. And from far we'll throw snow upside. Okay. He's that one guy. Everyone. That one guy. You take that snap. ഇവിടെ അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യം എന്ത് പറയാം, ഇന്നിപ്പോൾ ഇതിലിടാനുള്ളൂ കത്തിക്കാൻ. എടാ ആണിയുണ്ടോ അവിടെ? ആ നൈസ് നൈസ്. ആക്ച്വലി അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട് പ്ലാനിങ് എല്ലാം. അങ്ങനെ അടുത്തത് നമ്മുടെ പുതിയൊരാളോട് ഇറങ്ങി വരുവാണ്. ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങി വരുന്നത്. ഓക്കെ, അവിടെ ചവിട്ടല്ലേ. പിന്നെ അടുത്ത ആളിങ്ങനെ ഇറങ്ങി വരുന്നത്. ആക്ച്വലി 6 പേര് ഇവിടെ ഉണ്ട് കേട്ടോ. 4 പേരെയാണ് മിസ്സായിരിക്കുന്നത്. 6 പേര് ഇവിടെ തന്നെ ഉണ്ട്. സ്പ്രിങ്സ് package drinking water. അശ്വിനെ കാണിക്കുന്ന ഇച്ചിരി കോമഡി ആയിട്ട് ഫീൽ ആവും. അത് അവളുടെ നേച്ചർ അങ്ങനെയാണ്. ആ കുറച്ച് മുമ്പല്ലേ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് വെച്ച് വേണ്ടാന്ന് പറഞ്ഞ. താങ്ക് യു. ആക്ച്വലി ബിസ്ക്കറ്റ് ഇവിടെ നമുക്ക് അവൈലബിൾ ആട്ടോ. ഫോട്ടോ ക്യാമറയിൽ എടുക്കണം. ക്യാമറയിൽ എടുത്ത് നന്നായിരിക്കും. നമ്മുടെ ഫോട്ടോഗ്രാഫർ അച്ഛനാട്ടോ. എനിക്ക് കിട്ടും. അശ്വിനിന്റെ ആക്ഷൻ കണ്ടാൽ ചിലപ്പോൾ ചിരി വരും. ഇവന്റെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട ഗവൺമെന്റ്. For hot water.
നീ കറക്റ്റായിട്ട് ആംഗിൾ വരാം. എടാ കത്തി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തള്ളി വരില്ല കേട്ടോ. താഴെ ഫുള്ള് പിന്നെ കത്തിപ്പോവും. താഴെ അത്യാവശ്യം ഉണങ്ങി നിൽക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഊതലും പരിപാടിയൊക്കെ ആയിട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് കയ്യിൽ ടിഷ്യൂ ഉണ്ട്, അതിട്ട് കത്തിക്കാന്നാണ് പറയുന്നത്. അശ്വിന് കംപ്ലീറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു മെയിനാണ് കേട്ടോ. കണ്ണീരിന്നുണ്ടോ? ഇവിടെ കണ്ണീരിന് കരച്ചിലെല്ലാം തുടങ്ങി കഴിഞ്ഞ കേട്ടോ. കണ്ണെല്ലാം ഇരിഞ്ഞ ടിഷ്യൂ എല്ലാം വെച്ച് കത്തിക്കോട്ടെ. ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കത്തിക്കാനായിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് കയ്യിലുള്ള ടിഷ്യൂ എല്ലാം വെച്ച് കത്തിച്ച് ചൂട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ നമ്മുടെ അശ്വിന്. ഇവിടെ പടക്കല്ല, എന്തിനെ പേടിക്കണേ? വൺ മോർ പീസ്. ഓ സോറി. കത്തോടെ കത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സെറ്റാവും. എല്ലാവരും ഒന്ന് കത്തിക്കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. കാരണം വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഫുൾ ഓൺ എക്സ്പെരിമെൻറ്റ്. കത്തിക്കിട്ടി കേട്ടോ നമുക്ക്. ഞാനുണ്ടോ? ആ അങ്ങനെ കുറേ നേരത്തിന് ശേഷം റോഡ് ഓപ്പൺ ആയി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് വണ്ടികളൊക്കെ എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. ആക്ച്വലി ഇങ്ങനെ ആ അറ്റത്തുനിന്ന് വണ്ടി എടുത്ത് വരണം. സോ അതുകൊണ്ട് റോഡ് ഓപ്പൺ ആയി കേട്ടോ. ഇവിടെ നിന്നുള്ള അവിടെ നിന്ന് കാണുന്ന വണ്ടികളെല്ലാം അവിടെ നിന്ന് കാണുന്ന വണ്ടികളെല്ലാം പോയി തുടങ്ങിയെന്ന് പറഞ്ഞാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. സോ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ പതുക്കെ ആക്ച്വലി നമ്മളിപ്പോൾ വന്നൊരു 6 to 7 hours ആയി കഴിഞ്ഞു കേട്ടോ. ശരിക്കും നല്ല പോലെ പെട്ട് ഇവിടെ ഒരു 7 hours ആയിട്ട് ശരിക്കും പെട്ട്. പക്ഷെ നല്ലപോലെ എൻജോയ് ചെയ്ത്, എന്നാലും പെട്ടുപോയി. അത്യാവശ്യം കുറേ നേരം പെട്ടുപോയി. ഇനിയിപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വേണം നമ്മൾ പോയി എത്താൻ. അത്യാവശ്യം നമ്മൾ വിചാരിച്ച സമയത്ത് ശ്രീനഗറിൽ എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ കാര്യങ്ങളെല്ലാം പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. സോ കുഴപ്പമില്ല, നമ്മളിന്ന് പോവും. അത്യാവശ്യം വണ്ടികളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് എടുത്തൊന്ന് പോയാൽ മാത്രം മതി. അപ്പോൾ ആ സൈഡിൽ നിന്നുള്ള വണ്ടികളെ മാത്രമാണ് ഇപ്പോൾ ഇവർ വിട്ടേക്കുന്നത്. ഇവിടെ നിന്ന് വണ്ടികളൊന്നും അങ്ങോട്ടേക്ക് പോവാൻ ഒരു വണ്ടി പോലും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അനങ്ങിയിട്ടില്ല. അവിടെ നിന്ന് എല്ലാ വണ്ടികളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഇങ്ങനെ വരിവരിയായി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം ഒരു സ്ഥലത്ത് ബ്ലോക്ക് തീർത്തതിന് ശേഷം ഈ സൈഡ് ക്ലിയർ ചെയ്യാനായിരിക്കും മേ ബി ഇവിടെ പ്ലാൻ. ഒരു സൈഡ് അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടിയെല്ലാം ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് അത് കഴിഞ്ഞ ശേഷം മേ ബി നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെയും അത്യാവശ്യം ഇങ്ങനെ നിന്നാട്ടോ പോകുന്നത്. ഇങ്ങനെ ഫ്ലോയ്ക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നില്ല. ആക്ച്വലി അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് വന്നത് അടുത്ത സ്ഥലത്ത് വന്ന് പെട്ടാണ് കേട്ടോ. അവിടെ നിന്ന് ഒന്ന് ട്രാഫിക്കെല്ലാം മാറി ഒന്ന് സെറ്റായേ ഉള്ളൂ. ഇത് വീണ്ടും വന്ന് അതുപോലെ ഒരു സംഭവത്തിൽ വീണ്ടും പെട്ടത് അവിടെ നിൽക്കുന്നത്. ആക്ച്വലി എവിടെയാണ് സ്ലൈഡിങ് നടന്നതെന്ന് നമുക്ക് രാത്രി ആയതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. കാരണം അത് നമുക്ക് ക്ലിയർ ആയിട്ട് എവിടെയെങ്കിലും വിഷ്വൽ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കാണിച്ചു തരാം.
ഈ സമയമായതുകൊണ്ട് മേ ബി കാണാൻ ചാൻസസ് കുറവാണ്. നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണിച്ചു തരാം. എന്താ വീണ്ടും പെട്ടു. ഇനിയിപ്പോൾ എത്ര നേരം ഇവിടെ പിടിച്ചിടുന്ന അറിയില്ല. ഒന്ന് എടുത്ത് ഒരു 10 മിനിറ്റ്സ് ആയുള്ളൂ, വീണ്ടും പെട്ടു. വൺ സൈഡിലത്തെ വണ്ടികൾ ഫുള്ളായിട്ട് ഒഴിവാക്കി കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടേക്ക് വിട്ടത് വീണ്ടും ഇവിടെ പിടിച്ചിട്ടേക്കുന്നത്. നമ്മൾ കുറേ റീൽസിലും അതുപോലെ തന്നെ കുറേ സോഷ്യൽ മീഡിയാസിൽ കണ്ടിട്ടുണ്ടാകും ഈ ഒരു പ്ലേസ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ല. ഞാൻ അത്യാവശ്യം നിറയെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം. എന്താന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കറക്റ്റ് കണ്ടോ, അതാ കറക്റ്റ് മേലത്തോട്ട് അങ്ങനെ പാറയാണ്. അത് ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കുഴിയാണ്, താഴത്തോട്ട് നല്ല ആഴത്തിലേക്ക് കുഴിയാണ്. ഒന്ന് അങ്ങോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീരും. നമുക്ക് പൊടി മാത്രം എടുക്കാം വണ്ടിയുടെ. അപ്പോൾ അത്രയ്ക്ക് സീനുള്ളൊരു സ്ഥലമാണ്. നമുക്കിത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആ നല്ല രീതിക്ക് ലൈറ്റ് എത്തുന്നുണ്ടോ, അവിടെ കേട്ടോ ആ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ആ സ്ലൈഡിങ് അല്ല ആക്ച്വലി, അത് മണ്ണെടുക്കുന്ന സമയത്ത് അവിടെ വീണ്ടും വേറെ അടുത്തുള്ള മണ്ണ് ഫുള്ളായിട്ട് വീണു, അങ്ങനെ സംതിങ് എന്തോ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണാം. डबली निकलती नहीं थी गाड़ी का, सिंगल हो गया, बाहर ट्रक नहीं निकलना। ആക്ച്വലി ഇവിടെയാണ് കേട്ടോ ആ ഒരു സംഭവം നടന്നിരിക്കുന്നത്. മീൻസ് ആ മണ്ണെല്ലാം വീണേക്കുന്നത് വന്നിട്ട് ഇവിടെ കേട്ടോ. ഇതാ ഈ സൈഡിൽ നിന്ന് കണ്ടോ മണ്ണ് വീണേക്കുന്നത്. ഈ സൈഡിൽ നിന്നാണ് ഇങ്ങനെ മണ്ണ് താഴത്തോട്ട് വീണേക്കുന്നത്. ഇതാ ഇവിടെ JCB എല്ലാം നിൽക്കുന്നുണ്ട്. അതെല്ലാം മാറ്റി വൃത്തിയാക്കിയിട്ട് JCB നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു സംഭവം ക്രോസ് ചെയ്തു. ഇനിയിപ്പോൾ അത്യാവശ്യം സ്മൂത്തിൽ പോകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് നോക്കാം. അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം ഒരു സ്മൂത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. റോഡൊന്നും അത്രയ്ക്ക് ശരിയല്ല കേട്ടോ, ഫുൾ പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ കിടക്കുക. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് സ്പീഡിലും അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഒരു 3-4 മണിക്കൂറിൽ നമ്മളവിടെ എത്തുന്ന പറയുന്ന. അത്യാവശ്യം പിന്നെ എവിടെയെങ്കിലും പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ പോയി റീച്ച് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടൈമും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്ലാൻസ് ഫുൾ സോർട്ട് ഔട്ട് ചെയ്ത് വേറൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം സ്മൂത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, റോഡിലിങ്ങനെ കാണില്ല. ഇനി പോകും തോറും ഇപ്പോൾ തണുപ്പല്ല, അത്യാവശ്യം നല്ല രീതിക്ക് കൂടി വന്നുകൊണ്ടിരിക്കുക. ഇനി മേലേക്ക് പോകും തോറും നല്ല തണുപ്പായി മാറും. ഇപ്പോൾ നമുക്കിവിടെ കാണിക്കുന്ന ഒരു 10 ഡിഗ്രി ആട്ടോ കാണിക്കുന്നത്. ഇനി നമ്മൾ പോകും തോറും അതിങ്ങനെ കുറഞ്ഞ് വരും. അത്യാവശ്യം മേലെ എത്തുമ്പോൾ മൈനസിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് മൈനസിലോട്ട് പോകാൻ ചാൻസസ് ഉണ്ട്. വിചാരിക്കുന്നു നമ്മളെ ഒരു 3-4 ഹവേഴ്സിനുള്ളിൽ എത്തുമെന്ന് വിചാരിക്കുന്നു.